ലൈവിൽ വളരെ സൗമ്യമായിട്ട് അനീഷും ആദിലയും നൂറയും അനുവും കൂടിയുള്ള ചർച്ചയാണ് കേട്ടോ. സോഫയിൽ ഇവരെല്ലാം 4 പേരും കൂടി ഇരിക്കുവാണ്. ആദ്യം ഇവർ ബർത്ത്ഡേ പറ്റിയും ബർത്ത്ഡേക്ക് കൊടുക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചു. അതിനുശേഷമാണ് അനീഷിൻ്റെ കല്യാണ കാര്യത്തിലേക്ക് വന്നത്. നൂറയാണ് അനീഷിനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്, ചേട്ടൻ ഇനി കല്യാണം കഴിക്കുമോ? അപ്പോൾ പെട്ടെന്ന് അനു പറഞ്ഞു, പിന്നെ കല്യാണം കഴിക്കണം ചേട്ടാ, ഒരിക്കലും ഒറ്റയ്ക്ക് കഴിയരുത്, എന്നായാലും നമുക്കൊരു കൂട്ട് വേണം. അത് കേട്ട് സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അനീഷ്. അതിനുശേഷം അനീഷ് ഒരു ഉത്തരം നൽകി, വരട്ടെ നമുക്ക് നോക്കാം, എന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലും വരുമോ എന്ന് നോക്കാമെന്ന് അനീഷ് മറുപടി പറഞ്ഞു. അപ്പോൾ നൂറയും അതുപോലെ തന്നെ അനുമോളും കൂടെ പറഞ്ഞു, ശരിയാണ് ചേട്ടാ, എന്നായാലും നമുക്ക് ലൈഫിലൊരു കൂട്ട് വേണം, ചേട്ടൻ ഉറപ്പായിട്ടും കല്യാണം കഴിക്കണം. ചേട്ടൻ്റെ കുറവുകളും ബാക്ക്ഗ്രൗണ്ടും മനസ്സിലാക്കി വരുന്ന, ചേട്ടനെ മനസ്സിലാക്കുന്ന ഒരാളെ ഉറപ്പായും കല്യാണം കഴിക്കണം. ചേട്ടൻ്റെ ബുക്കൊക്കെ പ്രകാശനം ചെയ്തതിന് ശേഷം മാത്രം മതി കേട്ടോ എന്ന് നൂറയും പറഞ്ഞു. അപ്പോൾ സൗമ്യമായി ചിരിച്ചുകൊണ്ട് നോക്കാം എന്നുള്ള മറുപടിയുമാണ് അനീഷ് നൽകിയത്.